എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹൈന്ദവർ പശുവിനെ ആരാധിക്കുന്നവരാണ്. പശുവിൻ്റെ ശരീരത്തിൽ എല്ലാ ദേവതകളുടെയും വാസമുണ്ടെന്നാണ് വിശ്വാസം. ഈ പശുവിനെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലങ്ങൾ എന്തൊക്കെ, അതുപോലെ പശുവിനെ സംബന്ധിച്ചുള്ള മറ്റു ചില കാര്യങ്ങളെയുമാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വിവിധ തരം സ്വപ്നങ്ങൾ കാണുന്നു. ചില സ്വപ്നങ്ങൾ നല്ല ഫലം തരുന്നവയായിരിക്കും, ചിലത് വളരെ മോശഫലം തരുന്നവയും ആയിരിക്കും. സ്വപ്നങ്ങൾ ചില സൂചനകൾ നൽകുന്നവയാണ്. ഇതിനെപ്പറ്റിയെല്ലാം സ്വപ്നശാസ്ത്രത്തിൽ വിസ്താരമായി പറഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിൽ പശുവിനെ കാണുന്നത് വളരെ ഫലദായകമെന്ന് സ്വപ്നശാസ്ത്രം പറയുന്നു. വരും ദിവസങ്ങളിൽ വളരെ നല്ല ശുഭസൂചകമായ കാര്യങ്ങൾ നടക്കാൻ ഇടയുണ്ട് എന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കും വീട്ടിലുള്ളവർക്കും പേരും പ്രശസ്തിയും അതുപോലെ ബിസിനസ്സിൽ ഉന്നതിയും ഉണ്ടാകുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ പശുക്കുട്ടിയെയാണ് കാണുന്നതെങ്കിലോ ഇതും വളരെ നല്ല സ്വപ്നമാണെന്ന് പറയുന്നു. നിങ്ങൾ ചെയ്യാനിരിക്കുന്ന കാര്യം നടക്കുകയും വിജയത്തിലാകുകയും ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ നിങ്ങൾ പശുവിന് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം നൽകുന്നതായാണ് കാണുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കോ നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്കോ ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് വേഗം മാറുമെന്നതിനെ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ദീർഘായുസ്സിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ പശുവിൻ്റെ കൊമ്പ് കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക വേഗം തന്നെ വലിയ ധനപ്രാപ്തി ഉണ്ടാകുമെന്ന്. സ്വപ്നത്തിൽ പശുവിൻ്റെ അകിടിൽ നിന്ന് നിങ്ങൾ സ്വയം പാല് ഉറിഞ്ചി കുടിക്കുന്നതായി കണ്ടാൽ ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു സ്വപ്നമാണെന്ന് കരുതുക. ഭാഗ്യശാലികൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു സ്വപ്നമാണെന്ന് വേണമെങ്കിലും പറയാം. ഇതിൻ്റെ ഫലം ഇതാണ്: ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും വളരെ വേഗം അറുതി ഉണ്ടാകുമെന്നും വരും കാലത്ത് സർവൈശ്വര്യപൂർണമായ ജീവിതമുണ്ടാകുമെന്നും പറയുന്നു. അതായത് എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി ഇനി മുതൽ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ പശുവിൻ്റെ വായ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് മേഖലയിലാണോ ഇപ്പോഴുള്ളത് അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വലിയ ഉയർച്ച ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ജോലിക്കയറ്റം, ബിസിനസ്സിൽ വലിയ ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. സ്വപ്നത്തിൽ പശു നടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായാണ് കാണുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വളരെ വേഗം ഒരു ശുഭവാർത്ത കേൾക്കാൻ ഇടവരുമെന്ന്. സ്വപ്നത്തിൽ വെളുത്ത പശു, അതായത് ഒരു പാടും പുള്ളിയും ഇല്ലാത്ത വെളുത്ത പശുവിനെയാണ് കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക വളരെ വേഗം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്ന്. സ്വപ്നത്തിൽ പശുവിൻ പാല് കുടിക്കുന്നതായി, അതായത് പാത്രത്തിലോ ഗ്ലാസ്സിലോ വെച്ച് കുടിക്കുന്നതായാണ് കണ്ടതെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആരോഗ്യവും സമ്പത്തും ഇവയുടെ വർധനവ് ഉണ്ടാവുമെന്ന്. സ്വപ്നത്തിൽ ഒരു കൂട്ടം പശുക്കളെയാണ് കാണുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നും അതുപോലെ ഒരുപാട് വലിയ ആൾക്കാരുടെ സഹകരണം നിങ്ങൾക്ക് ലഭിക്കുമെന്നതും ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ ഇനി ചത്ത പശുവിനെ സ്വപ്നത്തിൽ കണ്ടാലോ? സ്വപ്നശാസ്ത്രമനുസരിച്ച് ഇത് വളരെ അശുഭകരമായി കണക്കാക്കുന്നു. ഈ സ്വപ്നം അർത്ഥമാക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. ഇത് ഗരുഡ പുരാണത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ആദ്യത്തേത് പശുവിൻ പാൽ. പശുവിൻ പാല് അമൃത തുല്യമായി കണക്കാക്കുന്നു. പശുവിൻ പാലോ പശുവിനെ കറക്കുന്നതായോ കണ്ടാലും പുണ്യമായി കണക്കാക്കുന്നു. അടുത്തത് ചാണകം. ഏതെങ്കിലും സ്ഥാനങ്ങളെ പവിത്രമാക്കുവാൻ ഉപയോഗിക്കുന്നതാണ് പശുവിൻ ചാണകം. അവിടെ വൃത്തിയാക്കി ചാണകവെള്ളം തളിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ കേൾക്കുവാനേ സാധിക്കുന്നുള്ളൂ എങ്കിലും ചാണകം പവിത്രമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. വീടിൻ്റെ മുന്നിൽ ഒരു പശു വന്ന് ചാണകം ഇട്ടു പോയാൽ ഇത് വളരെ ശുഭകരമായ സന്ദേശമാണ് നൽകുന്നത്. അതിനെ വെറുപ്പോടെയല്ലാതെ അതിനെ ദർശിച്ചാൽ പുണ്യപ്രാപ്തി ഉണ്ടാകുമെന്ന് പറയുന്നു. അടുത്തത് ഗോശാല. പണ്ടൊക്കെ ഓരോ ഭവനങ്ങളിലും പശുവിനെ വളർത്തുകയും
അതുപോലെ വേണ്ടുപോലെ പരിപാലിക്കുകയും ചെയ്തിരുന്നു. പണ്ടൊക്കെ പശുപരിപാലനത്തെ കർത്തവ്യമായി കണ്ടിരുന്നു. ധനവാൻ എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയായിരുന്നു ഗോശാല. ഗോശാലയ്ക്കായി ധനധാന്യാദികൾ ദാനം നൽകുന്നത് ഒരുപാട് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായും പറയുന്നു. ഗോശാല ദർശനവും പുണ്യമായാണ് കരുതുന്നത്. അടുത്തത് ഗോധൂളി. ചിലപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിരിക്കും പശു അതിൻ്റെ കാലുകൊണ്ട് പൊടി പറപ്പിക്കുന്നത്. ഇതിനെയാണ് ഗോധൂളി എന്ന് പറയുന്നത്. ഇതുപോലെ പശു പൊടി പറപ്പിക്കുന്നതായി കണ്ടാൽ അവരുടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വരെ നടപ്പിലാക്കി കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ പശുവിൻ്റെ കാലിൽ പറ്റിയിരിക്കുന്ന മണ്ണിനെ തിലകമായി ധരിച്ചാൽ അയാൾക്ക് വേറെ തീർത്ഥസ്ഥാനങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു. ഏതെങ്കിലും കാര്യത്തിനായി പോകുമ്പോൾ പശുവിൻ്റെ പാദങ്ങളെ കണ്ടിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ കാര്യവിജയം ഉണ്ടാകുമെന്ന് പറയുന്നു. അടുത്തത് ഗോമൂത്രം. ഗോമൂത്രത്തെയും ഹൈന്ദവർ പുണ്യമായി കണക്കാക്കുന്നു. ഗോമൂത്രത്തിൽ ഗംഗാദേവിയുടെ വാസമുണ്ടെന്നാണ് വിശ്വാസം. പല പുണ്യകർമ്മങ്ങളിലും പൂജാകർമ്മങ്ങളിലും ഗോമൂത്രത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഗരുഡ പുരാണത്തിൽ പറയുന്നത് ഗോമൂത്രവും ശുദ്ധവും പവിത്രവുമാണെന്ന്. അതിൻ്റെ ദർശനവും ലാഭകരമെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും കാര്യത്തിനായി ഇറങ്ങുമ്പോൾ പശുവിൻ്റെ വാല് ശരീരത്തിൽ തട്ടിയാൽ ഇത് വളരെ ശുഭസൂചകമായ ശകുനമായി കണക്കാക്കുന്നു. അതുപോലെ നടക്കുമ്പോൾ പശു എതിരെ വരുന്നതും പശുവിൻ്റെ പുറകിലൂടെ നടക്കുന്നതും ശുഭകരമായി കണക്കാക്കുന്നു. പശുവിൻ്റെ വാലിലെ രോമം കൊണ്ട് ഒരു പ്രയോഗമുണ്ട്. വളരെ ലാഭകരമായ ഒന്നാണ്. ഇതിനെപ്പറ്റി അടുത്തൊരധ്യായത്തിൽ പറയാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിന്ദിക്കുന്ന കാര്യം, അതിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ തരിക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.